വിശുദ്ധ മറിയം ത്രേസ്യ. മച്ചിയായ കേരള സഭയെ ഋതുമതിയാക്കാൻ വെമ്പൽ കൊണ്ട് ഭാരതമകളിൽ നിന്നുള്ള ആദ്യ സഭയുടെ സ്ഥാപകനും ആദ്യ സന്യാസിയുമാണ് വിശുദ്ധ ചാവറയച്ചൻ. 1855 ആ ചരിത്ര മുഹൂർത്തത്തിന് ശേഷം അനേകം സന്യാസ സഭകൾ കേരളത്തിൽ ഉടലെടുത്തു. 18-ാം നൂറ്റാണ്ടിൽ തന്നെ രൂപം കൊണ്ട ഹോളി ഫാമിലി സന്യാസ സഭയുടെ സ്ഥാപകയായ മറിയം ത്രേസ്യയുടെ സ്വർഗീയ യാത്രയുടെ ദിനമായ ഇന്ന് കേരള സഭ ഏറെ സന്തോഷിക്കുന്നു. മച്ചിയായിരുന്ന കേരള സഭയ്ക്ക് വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവറയച്ചൻ, വിശുദ്ധ യുപ്രാസ്യാമ എന്നിവർക്ക് ശേഷം നാലാമതായി ലഭിച്ച വിശുദ്ധയാണ് വിശുദ്ധ മറിയം ത്രേസ്യ. 2019 ഒക്ടോബർ 13-നാണ് ആ ചരിത്ര വിജ്ഞാപനം റോം നടത്തിയത്. അതിനുശേഷം വാഴ്ത്തപ്പെട്ട റാണി മരിയയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ തേവർപ്പറമ്പിലുമൊക്കെ കേരളത്തിൽ അൾത്താരയിൽ വണങ്ങുന്നവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ദൈവദാസരുടെയും ധന്യരുടെയും ദൈവദാസരുടെയും രക്തസാക്ഷികളുടെയും ഒക്കെ നീണ്ട നിര നമ്മളുടെ മുൻപിൽ അണിനിരന്ന് നിൽക്കുന്നുണ്ട്. 18-ാം നൂറ്റാണ്ട് തൊടലും തീണ്ടലുമുള്ള കാലം. കേരള സ്ത്രീകൾക്ക് സമൂഹത്തിൽ യാതൊരു വിലയുമില്ലാതിരുന്ന കാലം. ഈ അസമത്വവും ദുഃഖങ്ങളും കണ്ടറിഞ്ഞ് ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ അവരുടെ മോചനത്തിനായി പ്രത്യേകം തിരഞ്ഞെടുത്തുയർത്തിയതാണ് മറിയം ത്രേസ്യ. പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങുന്നത് ഇന്നുപോലും അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥ ഊഹിക്കാമല്ലോ. ജാതിമത ഭേദമന്യേ ആവശ്യത്തിലിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് സമുദായ വിലക്കുകളെ തൃണവൽക്കരിച്ച് അവൾ ഇറങ്ങിച്ചെന്നു. കുടുംബം ഒരു ഗാർഹിക സഭയാണ് എന്ന സഭാപഠനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവളുടെ ഹൃദയത്തിൽ ദൈവം അങ്കുരിപ്പിച്ചു. സ്വന്തം സമുദായവും ഒരുപക്ഷെ സഭാധികാരികൾ പോലും പല രീതിയിലുള്ള പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും കിംവദന്തികളും പറഞ്ഞു പരത്തിയത് അഗ്നിപരീക്ഷകളാൽ അവളുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു. പലതരത്തിൽ നേരിട്ടുള്ള പൈശാചിക ആക്രമണങ്ങൾക്ക് അവൾ വിധേയയാക്കപ്പെട്ടു. കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന പഞ്ചക്ഷതം ദൈവത്തിൻ്റെ സമ്മാനമായിരുന്നെങ്കിലും പലവിധ വ്യാഖ്യാനങ്ങൾക്കും വിമർശനങ്ങൾക്കും അത് ഇട നൽകി. എല്ലാറ്റിലും ദൈവകരം കാണാൻ പഠിച്ചതോടെ അവസാനം ദൈവം തന്നെ അവളുടെ തുണയ്ക്കെത്തി. അവളുടെ വികാരിയും ആത്മീയ പിതാവുമായ ധന്യൻ ജോസഫ് ഇതയത്തിലച്ചനെ അവളുടെ വക്താവായി ദൈവം ഉയർത്തി. പിന്നീട് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന വിജയകഥകളാണ് അവളുടെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞത്. അനേകം തരുണീമണികൾ അവളെ അനുഗമിച്ചു. ഇന്നും കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ അവസാന വാക്ക് അവൾ സ്ഥാപിച്ച തിരുക്കുടുംബ സഭയാണ്. കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കുടുംബം ഒരു ഗാർഹിക സഭ എന്ന ചിന്തയ്ക്ക് പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. കുടുംബ സന്ദർശനത്തിലൂടെയും കൗൺസിലിങ്ങിലൂടെയും അവർ ചെയ്യുന്ന സേവനങ്ങൾ എല്ലാവർക്കും മാതൃ